Hello, everyone. Good afternoon. Good afternoon. ഇനി ഒരുപാട് പേര് ജോയിൻ ചെയ്യാനുണ്ടല്ലോ. വേഗം ജോയിൻ ചെയ്യാൻ പറയൂ. നമുക്ക് 1 hourന്റെ ക്ലാസ് ആണ്. Good afternoon.
ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ഗ്രൂപ്പിൽ പറഞ്ഞ് വേഗം ജോയിൻ ചെയ്യിപ്പിക്കാം. നമുക്ക് സമയം വെറുതെ കളയണ്ടെന്ന് വെച്ചിട്ടാണ്. ഒരു 2 മിനിറ്റ് കൂടി നോക്കിയിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ. ഓക്കെ, ഐ തിങ്ക് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാമെന്ന് തോന്നുന്നു. 40 പേര് ആയിട്ടുണ്ട്. സോ എൻ്റെ ഓഡിയോ ക്ലിയർ അല്ലേ? ഷെയർ ചെയ്തിട്ടുള്ള സ്ക്രീൻ കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഗുഡ്. സോ നമ്മൾ ഇപ്പോൾ ഫൗണ്ടേഷൻ ബുക്കിന്റെ ബേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മൊത്തമുള്ള 4 ചാപ്റ്ററിൽ ഒരു ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. ഫൗണ്ടേഷൻ ലോ സിലബസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മൊത്തമുള്ള 4 ചാപ്റ്ററിൽ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. കോൺട്രാക്ട് ആക്ട് എന്നുള്ള ചാപ്റ്റർ ആക്ച്വലി ഉള്ളതിൽ ഏറ്റവും വലിയ ചാപ്റ്റർ അതാണ്. ഒന്ന് ഈ മാർക്കിന്റെ പെർസെൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ 40% മാർക്കും ചോദിക്കാൻ, അതായത് 100 മാർക്കിൽ 40 മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷൻ ആണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തത്, കംപ്ലീറ്റ് ചെയ്തത്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് പറഞ്ഞിട്ട്. സോ ഐ തിങ്ക് അതിന്റെ ടൈം എടുത്ത് പറയാനുള്ളതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ്, ടോപ്പിക് ഒന്നും മിസ് ചെയ്യാതെയാണ് നമ്മൾ എന്ത് ചെയ്തത്, കംപ്ലീറ്റ് ചെയ്തെന്നാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. അതിന്റെ നോട്ട്സ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിരുന്നു, ലാസ്റ്റുള്ള ആ ക്വസ്റ്റ്യൻസും എല്ലാം വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്ച്വലി ആ ഒരു ചാപ്റ്റർ പഠിച്ചാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ജയിക്കാനുള്ള മാർക്കായിട്ടുള്ള 40 മാർക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെക്യൂർ ചെയ്യാൻ പറ്റും. ഇനി ബാക്കിയുള്ള 3 ചാപ്റ്റർ പഠിച്ചിട്ട് നിങ്ങൾക്ക് എത്ര ഹൈ സ്കോർ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ആയിരിക്കണം നിങ്ങൾ എന്ത് ചിന്തിക്കാനുള്ളത്. ജയിക്കാനുള്ള മാർക്ക് എഴുതുന്ന തന്നെ നിങ്ങൾ കിട്ടാൻ നോക്കുക, കോൺട്രാക്ട് ആക്ടിൽ തന്നെ കിട്ടാൻ നോക്കുക. നെക്സ്റ്റ് നമ്മൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആണ്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 എന്നുള്ള ആക്ട് ആണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഞാൻ കോൺട്രാക്ട് ആക്ട് തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങുന്ന ആ ഒരു ഫസ്റ്റ് ക്ലാസ്സസിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞിരുന്നു. കോൺട്രാക്ട് ആക്ടിന്റെ ഉള്ളിലായിരുന്നു സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടും അതുപോലെ പാർട്ട്ണർഷിപ്പ് ആക്ടും അതുപോലെ വേറെ കുറച്ച് ആക്ടുകൾ ഉണ്ടായിരുന്നത്.
പിന്നീട് അതിനെ ഡിവൈഡ് ചെയ്ത് സെപ്പറേറ്റ് ഒരു ആക്ട് ആക്കി മാറ്റിയതാണ് ഏത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ്ലി. അതാക്കിയത് വർഷമാണ് ഇത് 1930. അതുപോലെ പാർട്ട്ണർഷിപ്പ് ഇതുപോലെ കോൺട്രാക്ട് ആക്ടിനുള്ളിൽ തന്നെയായിരുന്നു. അതിന് പിന്നീട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ആക്ട് ആക്കി 1932. അതും ഒരു സെപ്പറേറ്റ് ആക്ട് ആണ്. നിങ്ങൾക്ക് ഫൗണ്ടേഷനിൽ അത് പഠിക്കാനില്ല. ബട്ട് എന്നിരുന്നാലും ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഓർമ്മ ഉണ്ടാവുകയെന്നറിയില്ല, ജസ്റ്റ് എന്നാലും ഞാൻ പറയാണ്. എന്തിനാണ് ഈ ഒരു പോയിന്റ് ഞാൻ ഇങ്ങനെ വീണ്ടും എടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്ലേ അല്ലെങ്കിൽ അതിന്റെ ഒരു ബേസിക് ഐഡിയ എന്നുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ കോൺട്രാക്ട് ആക്ട് തന്നെയാണ്. ഓക്കെ, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിന്റെ ഒരു ബേസിക് ഐഡിയ അല്ലെങ്കിൽ ഒരു ബേസിക് ഔട്ട്ലൈൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, ഒരു കോൺട്രാക്ട് ആക്ട് തന്നെയാണ്. നമ്മൾ കോൺട്രാക്ട് ആക്ട് പഠിപ്പിക്കുന്ന സമയത്ത് പോലും ഞാൻ ഒരുപാട് എക്സാമ്പിൾസും മറ്റൊക്കെ പറഞ്ഞിരുന്നത് എന്താണ്, സെയിലിനെ സംബന്ധിച്ചും അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ്. ഞാൻ ഫോൺ വിൽക്കുന്നു അല്ലെങ്കിൽ കാർ വിൽക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ കടയിൽ പോയി ഒരു സാധനം വാങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് എക്സാമ്പിൾ പറഞ്ഞത് തന്നെ ഏത് ബേസ് ചെയ്തിട്ടാണ്, ഈ സെയിൽ ബേസ് ചെയ്തിട്ടാണ്. സോ കോൺട്രാക്ട് എന്നുള്ളത് ഒരു ജനറിക് ആയിട്ട് പറയുന്നു. അതിൽ സെയിൽ ആയിട്ട് എന്തെങ്കിലും ഗുഡ് വരുന്ന സിറ്റുവേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇവിടെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് വരിക. അപ്പോൾ എന്തിന്റെയൊക്കെ സെയിലാണ് ഇവിടെ ഇതിൽ വരിക എന്നുള്ളതാണ് അടുത്ത് പഠിക്കേണ്ടത്. ഈ ആക്ടിന്റെ പേരിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. എന്താണ് പറയുന്നത്, സെയിൽ ഓഫ് ഗുഡ്സ്, ഗുഡ്സിന്റെ സെയിൽ മാത്രമേ ഇതിലേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് മാത്രമേ ഇതിൽ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗുഡ്സിന്റെ സെയിൽ മാത്രമേ ഇതിൽ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ നമ്മൾ കോൺട്രാക്ട് ആക്ടിൽ ആ പേരിൽ തന്നെ ഉള്ളത് എന്താണ്, ഗുഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡ് കോൺട്രാക്ട് ആയിരുന്നു. നമ്മൾ അത് ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ അതിനുള്ളിലേക്ക് ഇറങ്ങി പോയത്. ഇവിടെ ഈ ഒരു ആക്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് എന്ത്, ഗുഡ്സ്. ഓക്കെ, ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് എന്ത്, ഗുഡ്സ് എന്നുള്ളത്. സോ എന്താണ് ഗുഡ്സ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ആക്ട് പഠിക്കുക എന്നുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമുക്കത് 1 by 1 ആയിട്ട് എന്ത് ചെയ്യാം, ഓരോ പോയിന്റ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. പിന്നെ ഏതൊരു ലോയിൽ ഏതൊരു ആക്ട് പഠിക്കുമ്പോഴും ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട 3 കാര്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. എന്തൊക്കെയായിരുന്നു 3 കാര്യങ്ങൾ? 1 ആക്ടിന്റെ പേര്, 2 അത് വന്നിട്ടുള്ള വർഷം, 3 അതിന്റെ അപ്ലിക്കബിലിറ്റി. 1 ആക്ടിന്റെ പേര്, 2 അത് വന്നിട്ടുള്ള വർഷം, 3 അതിന്റെ അപ്ലിക്കബിലിറ്റി. സോ ആക്ടിന്റെ പേര് ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി, എന്താണ്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചത് കോൺട്രാക്ട് ആക്ട് ആയിരുന്നു. അതിന്റെ ഫുൾ നെയിം എന്താണ്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. അത് വന്നിട്ടുള്ള വർഷം എപ്പോഴായിരുന്നു, സോ വന്നിട്ടുള്ള ഡേറ്റോ വർഷവും ഡേറ്റോ എന്നാണ് എന്നുള്ള കാര്യങ്ങളോട് പറയാൻ പറ്റും ചാറ്റിൽ? 1872 വർഷം. ഓക്കെ, ഡേറ്റ്, മാസം? ഗുഡ്. അതിന്റെ അപ്ലിക്കബിലിറ്റി എങ്ങനെയായിരുന്നു? അപ്ലിക്കബിൾ ഓൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ, JNK എന്ന് പറയും. കറക്റ്റ്, ഓൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറഞ്ഞു. സോ അതിന്റെ ഒരു ബേസിക് ഡീറ്റെയിൽസ് ആണ്. ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ല, പക്ഷേ ഇതൊരു ആക്ട് പഠിക്കുമ്പോൾ നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അതുപോലെ ഇപ്പൊ നമ്മൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പഠിക്കുമ്പോഴും അതിലും ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് തിങ് അതാണ് ആക്ടിന്റെ പേര്. അതെന്താ, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930. ഫസ്റ്റ് പോയിന്റ് എന്താണ്, ആക്ടിന്റെ പേര് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930. സെക്കൻഡ് പോയിന്റ് എന്താ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞത്, അത് വന്നിട്ടുള്ള വർഷം എന്താണ്, എഫക്റ്റീവ് ആയിട്ടുള്ള ഡേറ്റ് എന്താണ്, എപ്പോഴാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് അറിയണം എന്ന് പറഞ്ഞു. എപ്പോഴാണ് ഇതിൽ വന്നിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്, എഫക്റ്റീവ് ആയിട്ടുള്ള ഡേറ്റ് 1st July 1930. ഇതിന്റെ എഫക്റ്റീവ് ആയിട്ടുള്ള എന്താണ്, 1st July 1930. ക്ലിയർ ആയോ? 1st July 1930. ഈ ആക്ട് ഇനീഷ്യലി വന്ന സമയത്തുണ്ടല്ലോ, ഇതിന്റെ പേര് ഇന്ത്യൻ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്നായിരുന്നു. അത് പിന്നീട് എന്ത് ചെയ്തു, ഒരു 1963-ലാണെന്ന് തോന്നുന്നു. അതിന്റെ ഇന്ത്യൻ എന്ത് ചെയ്തു, എടുത്തു മാറ്റി ഇപ്പൊ ജസ്റ്റ് എന്ത് ചെയ്തു, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആക്കി. അപ്പൊ ഈ ആക്ട് വന്നിട്ടുള്ള വർഷം എന്നുള്ളത് ചോദിച്ചാൽ അതിനുള്ള ആൻസർ എന്താണ്, 1st July 1930 ആണ്. വന്ന സമയത്ത് അതിലെന്തായിരുന്നു, ഇന്ത്യ എന്നുള്ളൊരു വേർഡ് ഉണ്ടായിരുന്നു, ബട്ട് പിന്നീട് അത് എടുത്ത് കളഞ്ഞു. ബട്ട് അതത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, ജസ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് എന്നുള്ള പർപ്പസിൽ പറഞ്ഞാണ്. അപ്പൊ നമുക്കിവിടെ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്, ആക്ടിന്റെ പേര് നമുക്ക് എന്ത് ചെയ്തു, ഇപ്പൊ മനസ്സിലായി. വന്നിട്ടുള്ള വർഷം എന്താണ് മനസ്സിലായി, 1st July 1930 എന്നുള്ളത്. അടുത്ത അതിന്റെ ടെറിട്ടറി അല്ലെങ്കിൽ അതിന്റെ അപ്ലിക്കബിലിറ്റി എന്നുള്ളതാണ്, ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഓൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ. എന്താണ്, ഓൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീർ ഒഴിച്ചുള്ള ബാക്കി എല്ലാ സ്റ്റേറ്റ്സിലും എന്ത് ചെയ്യും,
ഇത് അപ്ലിക്കബിൾ ആണെന്ന് പറയുന്നു. ഇതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നുണ്ട്. സ്കോപ്പ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ രണ്ട് സ്കോപ്പാണ് ബേസിക്കലി പറയുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് സെയിൽ ആൻഡ് നോട്ട് മോർഗേജ് ഓർ പ്ലെഡ്ജ് ഓർ ഹൈപ്പോത്തിക്കേഷൻ. രണ്ടാമത് പറയുന്നു ഇറ്റ് ഡീൽസ് വിത്ത് ഗുഡ്സ് ബട്ട് നോട്ട് വിത്ത് അതർ മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നു. ഓക്കെ, രണ്ട് സ്കോപ്പാണ് പറഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന് ഡീൽസ് വിത്ത് സെയിൽ മാത്രമേ ഇവിടെ ഡീൽ ചെയ്യുന്നുള്ളൂ, മോർഗേജ്, പ്ലെഡ്ജ് അല്ലെങ്കിൽ ഹൈപ്പോത്തിക്കേഷൻ എന്നുള്ളതൊന്നും ഡീൽ ചെയ്യുന്നില്ല. രണ്ടാമത്തേത് ഇറ്റ് ഡീൽസ് വിത്ത് ഗുഡ്സ് ബട്ട് നോട്ട് വിത്ത് അതർ മൂവബിൾ പ്രോപ്പർട്ടി. അപ്പോൾ ഇവിടെ മെയിൻലി ഇത് എന്തിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ? ഗുഡ്സ് മാത്രമേ ഇവിടെ ഡീൽ ചെയ്യുന്നുള്ളൂ. അത് എന്ത് ഗുഡ്സ് ആണ്? മൂവബിൾ പ്രോപ്പർട്ടി ആണ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഡീൽ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. സോ ഇത് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഇവിടെ ഗുഡ്സിൻ്റെ ഉള്ളിലേക്ക് വരിക, എന്താണ് ഗുഡ്സിലേക്ക് വരാത്തത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ജസ്റ്റ് ഈ ഒരു ടോപ്പിക് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടോപ്പിക് അതാണ് ഞാൻ പറഞ്ഞല്ലോ. ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു ആക്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു വേർഡ് എന്താണ്? ഗുഡ്സ് എന്നുള്ള വേർഡ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ആദ്യം എന്തറിയണം? സെയിൽ എന്താണെന്ന് അറിയണം. അപ്പോൾ നമ്മളുടെയൊക്കെ ഒരു നോർമൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് സെയിൽ? ഈ സ്കോപ്പ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക. ഇപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ഓർത്ത് വെക്കേണ്ട കാര്യം നെയിം, എഫക്റ്റീവ് ഡേറ്റ് ആൻഡ് അപ്ലിക്കബിലിറ്റി മൂന്നും ക്ലിയർ ആക്കി വെക്കുക. സ്കോപ്പ് എന്താണെന്നുള്ളത് അവിടെ കൊടുത്തിട്ടുള്ള പോയിന്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഫോളോയിങ് എന്ത് ചെയ്ത് മനസ്സിലാവും. ഞാനിപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആവും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നമുക്ക് സെയിൽ എന്താണെന്നുള്ളത് ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. നിങ്ങളുടെ ഒരു ഐഡിയയിൽ സെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽ എന്നുള്ളതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താണ്? സാധനം വിൽക്കുക അല്ലേ? സാധനം വിൽക്കുക. ഇപ്പൊ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിൽക്കുക എന്നുള്ള എപ്പോഴും നമ്മൾ സെല്ലറാണോ? നമ്മൾ മോസ്റ്റ്ലി അല്ല, നമ്മൾ എന്താണ് ബയർ. അപ്പൊ നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളൊരു കടയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്? നമുക്കൊരു സാധനം ആവശ്യമുണ്ട്, അത് വിൽക്കുന്ന ഒരു സ്ഥലത്ത് പോകുന്നു, നമ്മൾ അതിനൊരു പ്രൈസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ വില എത്ര പറഞ്ഞാൽ അത് കൊടുക്കുന്നു, അതിന് പകരം നമുക്ക് എന്ത് കിട്ടുന്നു? ആ പ്രൊഡക്റ്റ് കിട്ടുന്നു. അങ്ങനെയല്ലേ സംഭവിക്കാറ്? നോർമലി ബേസിക്കലി സംഭവിക്കുന്നതല്ലേ? അപ്പോ ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഈ ഒരു പ്രോസസ്സിനെയാണ് നോർമലി സെയിൽ എന്ന് പറയുന്നത്. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ മണി ഓർ മണി വർത്ത്. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് നമുക്കിവിടെ സർവീസസിനെ പറയാൻ പറ്റില്ല, കാരണം ഇവിടെ സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഫോർ മണി ഓർ മണീസ് വർത്ത് എന്ന് പറയാം. അപ്പോൾ ആ ഒരു പോയിന്റ് വളരെ നല്ലൊരു പോയിന്റ് ആണ്. പ്രൊഡക്റ്റ് സെൽ ചെയ്യുക എന്ന് പറയുന്നു. യെസ്. അപ്പോൾ ഇവിടെ ബേസിക്കലി നമ്മളൊരു കോൺട്രാക്റ്റിന് എത്ര പേര് മിനിമം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഒരു കോൺട്രാക്റ്റിന് മിനിമം എത്ര പേര് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? 2 പേര് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതും ഒരു കോൺട്രാക്റ്റ് ആണെന്ന് ഞാൻ ഇനീഷ്യലി പറഞ്ഞു. സെയിലും എന്താണ്? ഒരു കോൺട്രാക്റ്റ് ആണെന്ന് പറഞ്ഞു. ഇവിടെ ഈ പേര് തന്നെ കൊടുത്തുള്ള എന്താണ്? കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ ഇവിടെയും ആരൊക്കെ വേണം? 2 പേര് വേണം. ആരൊക്കെയാണ് 2 പേര്? ആരൊക്കെയാണ് 2 പേര്? വിൽക്കുന്ന ഒരാളും വാങ്ങാൻ ഒരാളും. അതായത് ഒരു ബയറും വേണം, ഒരു സെല്ലറും വേണം. പിന്നെ എന്ത് വേണം? അപ്പൊ ബേസിക്കലി ഒരു സെയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾ വിൽക്കാൻ റെഡി ആവണം, ഒരാൾ വാങ്ങാൻ റെഡി ആവണം. ഈ വാങ്ങാൻ റെഡി ആയിട്ടുള്ള ആളുടെ കയ്യിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള പ്രൈസ് എത്രയാണോ അതിന്റെ പ്രൈസ് അത് ഉണ്ടാവണം. വിൽക്കാൻ റെഡി ആയിട്ടുള്ള ആൾ എന്താണോ വിൽക്കാൻ അയാൾ ഉദ്ദേശിക്കുന്നത് ആ ഗുഡ്സ് അയാളുടെ കയ്യിൽ ഉണ്ടാവണം, അയാളുടെ സ്വന്തമായിരിക്കും. ഇത്രയല്ലേ വേണ്ടത് ഒരു നോർമൽ ഒരു കച്ചവടം നടക്കണമെങ്കിൽ. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ സ്ഥിരം പറയുന്ന എൻ്റെ സ്ഥിരം എക്സാമ്പിൾ ആയിട്ടുള്ള മൊബൈൽ ഫോൺ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ സെല്ലറാണ്, ഇപ്പോ അനസ് വാങ്ങാൻ വരുന്നു, അനസ് ബയർ ആണെന്നുണ്ടെങ്കിൽ, അപ്പൊ സെല്ലർ ഉണ്ട്, ബയർ ഉണ്ട്, വല്ലവരുടെയും ഫോണാണ്. ഞാനിപ്പോ ഈ വിൽക്കുന്ന റിസ്വാന്റെ ഫോൺ ഞാൻ അവൻ്റെ അവൻ അറിയാതെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ വിൽക്കാൻ പോവാണ്, അല്ലെങ്കിൽ അവൻ വിൽക്കാനേ താല്പര്യമില്ല, അവൻ എൻ്റെ ഫോൺ തന്നുള്ളതാണ്, ഞാനെടുത്ത് എൻ്റെ കാശിന് ആവശ്യത്തിനായിട്ട് വിൽക്കാന്ന് പറയുമ്പോൾ അത് ശരിയാണോ? അല്ല. സെല്ലർ വിൽക്കണം, അത് ആരുടെ ആയിരിക്കണം? സെല്ലർക്ക് വിൽക്കാനുള്ള റൈറ്റ് ഉണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ സെല്ലറുടെ സ്വന്തമായിട്ടുള്ള ഒരു സാധനമായിരിക്കണം വിൽക്കേണ്ടത്. ഒരു സെല്ലർ ഉണ്ടാവണം, അയാളുടെ ഒരു ഗുഡ്സ് ഉണ്ടാവണം, ബയർ ഉണ്ടാവണം, ബയർ വാങ്ങാൻ റെഡി ആവണം, അയാളുടെ കൊടുക്കാനുള്ള എത്രയാണോ അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് അല്ലെങ്കിൽ അതിന്റെ MRP എത്രയാണോ അത് കൊടുക്കാനുള്ള റെഡി ആയിട്ടുണ്ടാവണം. സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി എന്തിലേക്ക് വേണ്ടത്? ഒരു സെയിൽ എന്നുള്ള ഒരു കോൺട്രാക്റ്റിലേക്ക് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് മീനിങ് ഓഫ് എന്ത് പറയുന്നുണ്ട്? കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്? ജസ്റ്റ് ഒന്ന് കോൺട്രാക്ട് ഓഫ് സെയിലിന്റെ ഒരു മീനിങ് ഒന്ന് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടേംസ് ആണ്, ഒന്ന് വായിച്ചു നോക്കുക.
ഓക്കെ, വായിച്ചു നോക്കിയല്ലോ. എന്താ അവിടെ കൊടുത്തുള്ളത്? കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ഈസ് എ കോൺട്രാക്ട് ബൈ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് എന്നുള്ളത്, കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് എന്നുള്ളത് ഒരു കോൺട്രാക്ട് ആണ്. വേർ ബൈ ആര്? ഒരു സെല്ലർ ട്രാൻസ്ഫേഴ്സ് ഓർ എഗ്രീസ് ടു ട്രാൻസ്ഫർ. എന്ത് ചെയ്യുന്നു? ഒന്ന് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെങ്കിൽ എഗ്രി ചെയ്യുന്നു ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞിട്ട്. പ്രോപ്പർട്ടി ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെങ്കിൽ എഗ്രീസ് ടു ട്രാൻസ്ഫർ ചെയ്യുന്നു ടു ദി ബയർ ഫോർ എ പ്രൈസ്. ബയറിന് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയുന്നു ഫോർ എ പ്രൈസ്, ഒരു പ്രൈസിന്. അതായത് ഒരു പ്രൈസ് തന്നാൽ ഞാൻ ഈ ഗുഡ്സ് ഇന്ന് തരാം അല്ലെങ്കിൽ നാളെ തരാം എന്ന് പറയുന്നു. ഈ നാളെ തരാം എന്ന് പറയുന്ന കേസ് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ തരാ എന്നുള്ളത് നമ്മൾ നേരിട്ടൊരു പലചരക്കടയിലോ ഒരു പച്ചക്കറി കടയിലോ അല്ലെങ്കിൽ ഫാൻസി സ്റ്റോഴ്സിലോ അങ്ങനെയൊക്കെ പോയിട്ട് എന്ത് ചെയ്യുന്നു? ഇപ്പൊ തന്നെ കിട്ടുന്നു. സംടൈംസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരാറുണ്ട്? ബുക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പുതിയൊരു ഐഫോണിന്റെ മോഡൽ അല്ലെങ്കിൽ പുതിയൊരു സാംസങ്ങിന്റെ മോഡൽ അല്ലെങ്കിൽ ഒരു പുതിയൊരു ടൈപ്പ് ഓഫ് ഒരു കാറ് അല്ലെങ്കിൽ ഒരു ബൈക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മുൻകൂട്ടി എന്ത് അപ്പൊ തന്നെ കിട്ടണമെന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ബുക്ക് ചെയ്യാന്ന് പറയുമ്പോൾ അപ്പോ ആ ഒരു സെല്ലർ ഒരു മൊബൈൽ ഷോപ്പിന്റെ ഒരു ഷോറൂം ഓണർ ആണെന്നുണ്ടെങ്കിൽ അയാൾ നമുക്ക് എന്ത് ചെയ്യണം? എഗ്രി ചെയ്യാണ്. ഫ്യൂച്ചറിലെ ഒരു ഡേറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമുക്ക് തരാം എന്ന് പറഞ്ഞിട്ട് എഗ്രി ചെയ്തിട്ട് നമ്മൾ അതിനൊരു പ്രൈസ് കൊടുക്കുക. സോ സെയിൽ എന്ന് പറഞ്ഞത് ഒന്നില്ലെങ്കിൽ ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെങ്കിൽ എഗ്രീസ് ടു ട്രാൻസ്ഫർ എ ഗുഡ്സ് ഓർ പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നു? ബയർക്ക് ഫോർ എ പ്രൈസ്, ഒരു പ്രൈസിന് കൊടുക്കാം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മീനിങ് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? മീനിങ്ങിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എഗ്രി ടു സെയിൽ എന്ന് പറഞ്ഞാൽ എഗ്രി ചെയ്താൽ അത് സെയിൽ ആവുമെന്ന് ചോദിച്ചാൽ സെയിൽ കംപ്ലീറ്റ് ആവില്ല. അതിനെ എന്ത് പറയാം? എഗ്രിമെന്റ് ടു സെൽ എന്ന് പറയും. ഓക്കെ, അതിനെ എഗ്രിമെന്റ് ടു സെൽ എന്ന് പറയും. ആ ഡേറ്റിൽ അത് സെയിൽ ആവും. ഈ നമ്മളിപ്പോ 10-ാം തീയതിയാണ് ആ പുതിയ ഫോൺ വരുള്ളൂ, അന്ന് തരാമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് എഗ്രിമെന്റ് ടു സെല്ലാണ്, ആ ഒരു ഡേറ്റിൽ അത് സെയിൽ ആവും. ഓക്കെ, അതൊരു ഡിഫറൻസ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഇതിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ഈ ഒരു പോയിന്റ് അണ്ടർസ്റ്റാൻഡിങ് ആണോ? എന്താണ് സെയിൽ എന്ന് വെച്ചാൽ ഒരു സെല്ലർ ഒരു സാധനം വിൽക്കുന്നു, ബയർ അത് വാങ്ങുന്നു, അതിനൊരു പ്രൈസ് കൊടുക്കുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? സെയിൽ എന്ന് പറയുന്നത്. ആ ഒരു മീനിങ് എന്നുള്ള ഒരു പോയിന്റ് എല്ലാവർക്കും ക്ലിയർ ആണോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതിൽ? നെക്സ്റ്റ് അതിന്റെ താഴെ എസെൻഷ്യൽസ് എന്ന് പറഞ്ഞിട്ടൊരു എസെൻഷ്യൽ എലമെന്റ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ 5 പോയിന്റ് ആണ് പറഞ്ഞത്. അതിലിവിടെ 4 പോയിന്റ് നമ്മൾ ഓൾറെഡി ഈ ഒരു മീനിങ് പറഞ്ഞപ്പോൾ അതിൽ തന്നെ ഡിസ്കസ് ചെയ്തു. 4 പോയിന്റ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു? മീനിങ് പറഞ്ഞപ്പോൾ അതിൽ തന്നെ ഡിസ്കസ് ചെയ്തു. എന്താ? ഫസ്റ്റ് പോയിന്റ്, there must be seller as well as buyer. എന്തുണ്ടാവണം? ഒരു ബയർ ഉണ്ടാവണം, സെല്ലർ ഉണ്ടാവണം. അതിന്റെ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു ബയലാറ്ററൽ കോൺട്രാക്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ബയലാറ്ററൽ കോൺട്രാക്ട് എന്നുള്ളത് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മൾ കോൺട്രാക്ട് ആക്ട് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. യൂണിലാറ്ററൽ, ബയലാറ്ററൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺട്രാക്ട് എന്താണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. രണ്ട് പാർട്ടിയുടെ ഭാഗത്തും എന്തുണ്ട്? ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഒരു സെല്ലർ ഉണ്ടാവണം, ബയർ ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പൊ രണ്ട് പാർട്ടീസ് ഉണ്ടാവണം, ഒരു സെല്ലറും ബയർ ആവണം. ബയലാറ്ററൽ കോൺട്രാക്ട് ആണെന്ന് പറഞ്ഞു. അവിടെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് എമംഗ് പാർട്ട്നേഴ്സ് ഓൺ അക്കൗണ്ട് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം ഡസ് നോട്ട് എമൗണ്ട് ടു സെയിൽ ഓഫ് ഗുഡ്സ് ബൈ ഫേം ടു പാർട്ട്നേഴ്സ്. അതായത് നിങ്ങൾ പാർട്ട്ണർഷിപ്പ് പഠിച്ചിട്ടുണ്ട്, നമ്മൾ അതിന്റെ അക്കൗണ്ട്സ് ചെയ്തിട്ടുണ്ട്, അതിൽ ഡിസൊല്യൂഷനും എല്ലാം നമ്മൾ അക്കൗണ്ട്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ഡിസൊല്യൂഷൻ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും? പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ പേരിലുള്ളതെല്ലാം കൂടി എന്താ പറയാ, അവർക്ക് ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ ആ ഗെയിൻ എല്ലാവരും കൂടി ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ലോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു അക്കൗണ്ട്സിൽ തന്നെ എന്ത് ചെയ്യും? ഒരു 50,000 രൂപയുണ്ട് അല്ലെങ്കിൽ 60,000 രൂപയുണ്ടെന്നുണ്ടെങ്കിൽ 3 ആളാണെങ്കിൽ അത് 3 ആൾക്ക് 20,000 രൂപയായി നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന പോലെ. അങ്ങനെ അവിടെയുള്ള ഗുഡ്സ്, അവിടെ ഇപ്പൊ ഒരു പാർട്ട്ണർഷിപ്പിലുള്ള ഒരു ഗുഡ്സ് അതിന്റെ പാർട്ട്നേഴ്സിന് എടുത്ത് കൊടുക്കുന്നു എന്നുള്ളത് സെയിൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. കാരണം അത് പാർട്ട്ണർഷിപ്പിലെ ഒരു പോയിന്റ് ആണ്. എന്നാലും ഞാൻ ജസ്റ്റ് പറയാണ്, പാർട്ട്ണർഷിപ്പും പാർട്ട്നേഴ്സും രണ്ടും രണ്ടല്ല, ഒന്നാണ്. കാരണം ഈ പാർട്ട്നേഴ്സ് ചേർന്നിട്ടുള്ളതാണ് എന്ത് ചെയ്യുന്നത്? പാർട്ട്ണർഷിപ്പ് ആവുന്നത്. രണ്ടും രണ്ട് സെപ്പറേറ്റ് വ്യക്തികളല്ല എന്നുള്ളത് കൊണ്ടാണ് എന്ത് പറയുന്നത്? അവരുടെ സാധനം അവർ തന്നെയായിട്ട് വീതിച്ചെടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് സെയിൽ ആവില്ല. ജസ്റ്റ് ഒരു നോട്ടാണ്, വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ല. പക്ഷെ അത് മെൻഷൻ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിങ് വരണം എന്നുള്ളത് കൊണ്ടാണ് അവിടെ ഒരു നോട്ടായിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ ബേസിക്കലി ഓർത്ത് വെക്കേണ്ട പോയിന്റ്സ് ഈ 1, 2, 3, 4, 5 എന്നുള്ള ഈ 5 പോയിന്റ്സ് ആണ്. ആദ്യത്തെ പോയിന്റ് എന്താ അണ്ടർസ്റ്റാൻഡ് വെക്കേണ്ടത്? ഒരു സെല്ലർ ഉണ്ടാവണം, ബയർ ഉണ്ടാവണം, ഒരു ബയലാറ്ററൽ കോൺട്രാക്ട് ആയിരിക്കണം. ബയലാറ്ററൽ കോൺട്രാക്ട് എന്താണെന്നുള്ളത് ഓർമ്മയുണ്ടാവണം. ഞാൻ എന്തായാലും അത് എക്സ്പ്ലെയിൻ ചെയ്യില്ല, കാരണം നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ്.
ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ നോട്ടിന്റെ പുറത്ത് വല്ലാതെ തലപുകഞ്ഞ് ആലോചിക്കേണ്ട. പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ പാർട്ട്ണർഷിപ്പിലെ പാർട്ട്നേഴ്സ് അവരുടെ ഗുഡ്സ് അവർ തിരിച്ച് എല്ലാവരും കൂടി ഈക്വലി ഡിവൈഡ് ചെയ്യണമെങ്കിൽ അത് സെയിൽ അല്ല, അതൊരിക്കലും എന്താവില്ല, സെയിൽ ആവില്ല എന്ന് പറയും ഡിസൊല്യൂഷന്റെ ടൈം. അത് സെയിൽ ഓക്കെ. സെക്കൻഡ് പോയിന്റ് ദർ മസ്റ്റ് ബി ഗുഡ്സ്. സെക്കൻഡ് പോയിന്റ് എന്താണ്? ദർ മസ്റ്റ് ബി ഗുഡ്സ്. അപ്പോൾ നമ്മളിവിടെ മീനിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലെ ഇവരുടെ സെയിൽ എന്നുള്ളത് എന്തിന്റെ സെയിലാണ്? ഗുഡ്സിന്റെ സെയിലാണ്. സെല്ലർ ടു ബയർ ഗുഡ്സ് ആണ് വിൽക്കുന്നത്. അപ്പോൾ നിർബന്ധമായിട്ട് എന്തുണ്ടാവണം? ഗുഡ്സ് ആയിരിക്കണം എന്ന് പറയുന്നു. തേർഡ് പോയിന്റ് എന്താണ്? ദർ മസ്റ്റ് ബി എയ്തർ എ ട്രാൻസ്ഫർ ഓഫ് ജനറൽ പ്രോപ്പർട്ടി ഓഫ് ഗുഡ്സ്. അതായത് ഓണർഷിപ്പ്, ഈ ട്രാൻസ്ഫർ ഓഫ് ജനറൽ പ്രോപ്പർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യണം. ഇപ്പോൾ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കടയിൽ പോയി നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ ആ വാങ്ങുന്നതിന് മുമ്പ് വരെ അതിന്റെ ഓണർ ആ കടക്കാരനാണ്. അത് വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഓണർഷിപ്പ് ആർക്ക് കിട്ടും? നമ്മൾക്ക് കിട്ടും. അതിന്റെ ബില്ല് വെച്ച് നമുക്ക് എന്ത് പറയുന്നത്? നമ്മളാണ് അതിന്റെ ഓണർ, ഞാൻ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള പ്രൈസ് കൊടുത്തിട്ടുണ്ട്, ഇനി അതിന്റെ ഓണർ ഞാനാണെന്ന് പറയാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു സെയിൽ എന്നുള്ളത് എന്താണ്? ഒരു സെല്ലർ അയാളുടെ കൈവശമുള്ള, അയാളുടെ സ്വന്തമാണെന്നുള്ള ഒരു സാധനം എന്ത് ചെയ്യാണ്? വിൽക്കുകയാണ് ബയ്യർക്ക് ഫോർ എ പ്രൈസ്, ഒരു പ്രൈസിന് മുകളിൽ വിൽക്കുന്നതിനാണെന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു ഓണർഷിപ്പ് ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെങ്കിൽ എഗ്രിമെന്റ് ടു ട്രാൻസ്ഫർ ദി ഓണർഷിപ്പ്. അപ്പൊ ഈ ഒരു 4 പോയിന്റ്, ഈ ഒരു 3 പോയിന്റിലും അല്ലെങ്കിൽ നെക്സ്റ്റ് പോയിന്റ് ആയിട്ടുള്ള ദർ മസ്റ്റ് ബി എ പ്രൈസ് എന്ന് പറയുന്നതിലും നിങ്ങൾക്ക് ഈക്വലി ഏറ്റവും സിമ്പിൾ ആയിട്ട് ഓർത്തിക്കേണ്ട ഒരു കാര്യം, ഈ എസെൻഷ്യൽ എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ല. ഇവിടെ ഈ മീനിങ്ങിൽ കൊടുത്തിട്ടുള്ള ഒരു സിംഗിൾ ലൈനിൽ കൊടുത്തിട്ടുള്ള കാര്യത്തിനെ 4 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ സെല്ലർ എന്ത് ചെയ്യുന്നു? ബയർക്ക് വിൽക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സെല്ലറും ബയറും വേണമെന്ന് പറഞ്ഞു. ഗുഡ്സ് ആണ് വിൽക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഗുഡ്സ് ഉണ്ടാവണം എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞു ട്രാൻസ്ഫേഴ്സ് ഓർ എഗ്രീസ് ടു ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, എയ്തർ ട്രാൻസ്ഫർ ചെയ്യണം ഓഫ് ഓണർഷിപ്പ് അല്ലെങ്കിൽ എഗ്രിമെന്റ് ടു ട്രാൻസ്ഫർ വേണമെന്ന് പറഞ്ഞു. ഇവിടെ കുറെ പ്രൈസ് എന്ന് പറഞ്ഞു. അതാണ് ഇവിടെ 4ാമത്തെ പോയിന്റ് ആയിട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. പ്രൈസ് എന്ന് പറയുന്നത് മണി കൺസിഡറേഷൻ. ഈ കൺസിഡറേഷൻ ഉള്ള വേർഡ് എന്താണ്? കോൺട്രാക്റ്റിൽ ഒരു കൺസിഡറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിർബന്ധമില്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇവിടെ സെയിൽ ആവണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവണം? ഒരു കൺസിഡറേഷൻ വേണം, ഒരു ലീഗൽ കൺസിഡറേഷൻ വേണം. അത് അഡ്വക്കേറ്റ് ആവണ്ട എന്ന് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംതിങ് ഇൻ റിട്ടേൺ മതി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റ് അല്ലേ? ഇവിടെ അതിന്റെ ഒരു വാല്യൂ എന്താണോ അതിന് ഇക്വലന്റ് ആയിട്ടായിരിക്കണം നോർമലി കൊടുക്കേണ്ടത്. ബട്ട് അതിന് അഡ്വക്കേറ്റ് ആവണമെന്ന് ഇവിടെ എപ്പോഴും എന്ത് പറയില്ല, നിർബന്ധം പറയില്ല. കാരണം സെല്ലർ എന്താണോ ആവശ്യപ്പെടുന്നത് അത് ആര് കൊടുത്താൽ മതി? ബയർ കൊടുത്താൽ മതി എന്നാണ് പറയാം. ഇവിടെ ഒരു നോട്ട് എന്താ കൊടുത്തുള്ളത്? ദി കൺസിഡറേഷൻ ഫോർ ദി കോൺട്രാക്ട് ഓഫ് സെയിൽ ക്യാൻ ബി പാർട്ട്ലി ഇൻ മണി ആൻഡ് പാർട്ട്ലി ഇൻ ഗുഡ്സ്. അപ്പൊ ഈ കൺസിഡറേഷൻ കൊടുക്കുന്നത് എപ്പോഴും കാശായിട്ട് തന്നെ കൊടുക്കണമെന്നില്ല. മേ ബി എന്ത് ചെയ്യാം? ഇപ്പോൾ ആലോചിക്കുക, നിങ്ങൾ ഒരു പലചരക്ക് കടയിലോ അങ്ങനെ എന്തെങ്കിലും പോവാണ്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ എന്തുണ്ട്? കുറച്ച് കുരുമുളകും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് പോയിട്ട് ഞാൻ എല്ലാം കുരുമുളകെല്ലാം ഉണക്കി കൊണ്ടുകൊടുത്തിട്ട് ഒരു 2 കിലോ ഉണ്ട് എടുക്കുമെന്ന് ചോദിച്ചു. അവർ എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഫുള്ളായിട്ട് കാശ് തരണ്ട, എന്ത് ചെയ്യാം? നിങ്ങൾ ഇതിവിടെ വെച്ചോ, എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, അപ്പൊ ഇത് കുറച്ചിട്ട് ബാക്കിയുള്ള കാശ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സാധനങ്ങൾ വാങ്ങാൻ തരാമെന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ പാർട്ട്ലി കുരുമുളകായിട്ട് കൊടുത്തു, പാർട്ട്ലി കാശായിട്ട് കൊടുത്തു. അപ്പൊ അതെന്താണ്? വാലിഡ് ആണ് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രൈസ് എന്നുള്ളത് ഫുള്ളി മണി, ഇക്വലന്റ് ടു മണി ആയിരിക്കണം. പക്ഷെ അത് ഗുഡ്സിന്റെ പാർട്ട്ലി ഗുഡ്സ് ആയിട്ട് കൊടുത്താലും എന്തില്ല, പ്രശ്നമില്ല എന്ന് പറയുന്നു. 5ാമത്തെ പോയിന്റ് ഒന്നുമില്ല, ദർ മസ്റ്റ് എക്സിസ്റ്റ് ഓൾ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. ഒരു വാലിഡ് കോൺട്രാക്ടിന്റെ എല്ലാ എസെൻഷ്യൽ എലമെന്റ്സും നമ്മൾ കോൺട്രാക്ട് ആക്ടിൽ ആദ്യം പഠിച്ചിട്ടുള്ള ഒരു പോയിന്റ്സ് ആണ് 10 എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് എന്നുള്ളത്. അതെല്ലാം എവിടെ ഉണ്ടാവണം എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. എന്ന് വെച്ചാൽ എല്ലാം ലീഗൽ ആയിരിക്കണം, പാർട്ടീസിന് കപ്പാസിറ്റി ഉണ്ടാവണം, അവരുടെ കൺസെന്റ് ഫ്രീ ആയിരിക്കണം, ലീഗൽ കൺസിഡറേഷൻ, ലീഗൽ ഒബ്ജക്റ്റീവ്, പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ 10 പോയിന്റ്സ് മൊത്തത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതെല്ലാം എവിടെ ഉണ്ടാവണം? ഈ ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സിലും ഉണ്ടാവണം എന്ന് പറയുന്നു. സോ അതാണ് എസെൻഷ്യൽസ് ആയിട്ട് ഇവിടെ പറയുന്നത്. സോ ഈ എസെൻഷ്യൽ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയാൽ എല്ലാവർക്കും ക്ലിയർ ആണോ എന്നുള്ളത്. മൈൻഡിൽ നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ ഇതൊരു പുതിയ പോയിന്റ് ആണെന്ന് ആലോചിക്കുന്നതിന് പകരം ഇത് ഫസ്റ്റത്തെ മീനിങ് എന്നുള്ളൊരു പോയിന്റ് തന്നെയാണ്. അതിനിങ്ങനെ ഡിവൈഡ് ആയി സെപ്പറേറ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു എന്നുള്ളത് മാത്രം രീതിയായിട്ട് എന്ത് ചെയ്യുക, പ്രസന്റ് ചെയ്തു എന്നുള്ളത് മാത്രമായിട്ട് എന്ത് ചെയ്യുക, ആലോചിക്കുക. ഒന്നും കൂടി നമുക്ക് ആലോചിക്കാനും ഓർത്ത് വെക്കാനൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഈസി ആയിരിക്കും.
ഫസ്റ്റ് പോയിന്റ് നോട്ടിൽ എന്താ പറഞ്ഞേ? പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഡിസൊല്യൂഷന്റെ സമയത്ത്, ഡിസൊല്യൂഷൻ എന്താണ്, പാർട്ട്നേഴ്സ് എന്താണെന്ന് എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയരുത്. നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടാവണം. പാർട്ട്നേഴ്സ് ഡിസൊല്യൂഷൻ ഓഫ് ഫേമിന്റെ സമയത്ത് അവിടെയുള്ള അസറ്റ്സ്, അവിടെയുള്ള ഗുഡ്സ് എന്തെങ്കിലും അവർ എന്ത് ചെയ്യാണ്, പാർട്ട്നേഴ്സിന്റെ ഇടയിൽ അവർ വീതിച്ചെടുക്കുന്നത് സെയിൽ അല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ 3 പേരും കൂടി ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങി, എന്തോ കഷ്ടകാലം കൊണ്ട് പാർട്ട്ണർഷിപ്പ് നന്നായില്ല, നിങ്ങൾ ആ ബിസിനസ് അടച്ചു കൂട്ടാൻ പോവാണ്. അപ്പോൾ അവിടെ ബാക്കി ഉണ്ടായിരുന്നുള്ള ഗുഡ്സ് എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യും, കുറച്ച് ഒരു പാർട്ട്ണർ എടുത്തു, കുറച്ച് വേറൊരു പാർട്ട്ണർ എടുത്തു, കുറച്ച് ഞാൻ എടുത്തു, നമ്മൾ അങ്ങനെ 3 പേര് കൂടി പാർട്ട്ണർഷിപ്പിൽ ആ ഒരു ഗുഡ്സ് ഡിവൈഡ് ചെയ്ത് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ അവർ വീതിച്ചെടുക്കുന്നത് ഒരു സെയിൽ അല്ല, അതൊരു ബിസിനസ്. സെയിൽ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ അല്ല, ഒരു സെല്ലർ ടു ബയർ ട്രാൻസ്ഫർ അല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ മീനിങ് ആൻഡ് എസെൻഷ്യൽസ് എല്ലാവർക്കും ക്ലിയർ ആണ്? ക്ലിയർ. നെക്സ്റ്റ് ഇവിടെ താഴെ ഫോർമേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് പറഞ്ഞൊക്കെ ഒന്ന് നോക്കി നോക്കെ. താഴെ ഫോർമേഷൻ എന്നുള്ളത് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കി വെക്കുക. എന്താ ഫോർമേഷനിൽ പറയുന്നത്? എ കോൺട്രാക്ട് ഓഫ് സെയിൽ മേ ബി ഇംപ്ലൈഡ് ഫ്രം ദി കണ്ടക്ട് ഓഫ് പാർട്ടീസ് ഓർ എക്സ്പ്രസ്. എന്താണ് ഒരു നമ്മൾ അവിടെ കോൺട്രാക്ട്, നോർമൽ ഒരു കോൺട്രാക്ട് പറഞ്ഞിരുന്നു. കോൺട്രാക്ട് മേ ബി എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. എക്സ്പ്രസ് ചെയ്ത് പറയാം, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവാന്ന് പറഞ്ഞു. ഞാനിട്ട് ഇംപ്ലൈഡിന്റെ ഒരു എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു. ഒരു കടയിൽ പോയി നമ്മൾ ഒരു സാധനം വാങ്ങിച്ചു, ഒരു ബസ്സിൽ നമ്മൾ കൈ കാണിച്ച് നിർത്തി എന്നുള്ളതെല്ലാം എന്താണ്, ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ട് ഒരു കോൺട്രാക്റ്റിൽ എഴുതുന്നുണ്ടോ, നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് ആണ് അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു കോൺട്രാക്ട് ആണെന്നൊന്നും പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു സെയിലിന്റെ കേസിലും അതേ പോയിന്റ് വാലിഡ് ആണ്. ആ സെയിലിന്റെ കേസിൽ എന്താണ്, അതേ പോയിന്റ് വാലിഡ് ആണ്. കാരണം ഒരുപാട് സെയിലുകൾ നടക്കുന്നത് എന്ത് ചെയ്തിട്ടല്ല, ഇങ്ങനെ എക്സ്പ്രസ് ചെയ്ത് പറഞ്ഞിട്ടല്ല, അതൊരു ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു കണ്ടക്ട് ആണ്. എന്ന് വെച്ചാൽ നമ്മളൊരു കടയിൽ പോകുന്നു, നമ്മൾ പറയുന്നത് ഞാനൊരു നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരു കോൺട്രാക്ട് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പറയുക. നമ്മൾ അത്രയൊന്നും പറയില്ല. എനിക്ക് എന്ത് വേണം, ഇപ്പോൾ ഒരു പേന വേണം, അല്ലെങ്കിൽ ഒരു ബുക്ക് വേണം, അല്ലെങ്കിൽ ഒരു ഷർട്ട് വാങ്ങാനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് വന്ന് എനിക്ക് ആ ഷർട്ട് വേണം എന്ന് പറയുന്നു. അപ്പൊ അവരത് നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പ്രൈസ് കൊടുക്കുന്നു, നമ്മൾ വാങ്ങും. ഇതൊരു സെയിൽ നടന്നു. എന്താ, സെല്ലർ ട്രാൻസ്ഫർ ചെയ്തു, അതിനൊരു പ്രൈസ് ആയിട്ടുള്ള ബയർ നമ്മൾ കൊടുത്തു, നമുക്ക് ഗുഡ്സ് കിട്ടി, ഒരു സെയിൽ നടന്നു. നമ്മളതൊരു കോൺട്രാക്ട് ആണ്, അങ്ങനെയൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഓറലി പറയുന്നില്ല, അല്ലെങ്കിൽ റൈറ്റിംഗിൽ എഴുതി വെക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അതിനെയാണ് ഇംപ്ലൈഡ്. ആ ഒരു കണ്ടക്ട് ഓഫ് പാർട്ടീസിന്റെ അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നും അതൊരു കോൺട്രാക്ട് ആയിട്ട് ഓട്ടോമാറ്റിക്കലി സെയിൽ കോൺട്രാക്ട് ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്ത് പറയുന്നു. എക്സ്പ്രസ് ചെയ്ത് പറയുന്ന സിറ്റുവേഷൻസ് എപ്പോഴൊക്കെയാ, വലിയ വലിയ ബിസിനസ് കോൺട്രാക്ട്സ് ആണെങ്കിൽ 500 യൂണിറ്റ് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അത് ചിലപ്പോൾ എന്ത് ചെയ്യും, ഇത്ര വർഷത്തിന് ഒരു 4 മാസത്തിന്റെ കരാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ളതിനെയാണ് അവർ എന്ത് ചെയ്യുക, എക്സ്പ്രസ് ചെയ്തൊരു ചിലപ്പോൾ വാക്കാൽ പറഞ്ഞു വെച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവാം, അത് റൈറ്റിംഗിൽ എഴുതിയിട്ടുണ്ടാവാം, 2 പാർട്ടീസും സൈൻ ചെയ്തിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ വരും. സോ അപ്പോൾ ഒരു കോൺട്രാക്ട് ഫോം ചെയ്യുന്നത് ഇംപ്ലൈഡ് ആവാം, സിറ്റുവേഷൻ വൈസ് ഇംപ്ലൈഡ് ആവാം, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്തിട്ടാവാം എന്നുള്ളതാണ് ഫോർമേഷനിൽ പറയുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത്, കോൺട്രാക്ട് ഓഫ് സെയിൽ ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്ട് ഓഫ് സെയിലിൽ ഒരു സെയിൽ ഉണ്ട്. ഒരു സെയിൽ എന്ന് പറഞ്ഞാൽ അവിടെ ദാറ്റ് ഈസ് വേർ ദ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ടേക്സ് പ്ലേസ് ഇമ്മീഡിയറ്റ്ലി. അതായത് ഇപ്പൊ തന്നെ എന്ത് ചെയ്യുന്നു, അതിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുന്നു. സെയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ കാശ് കൊടുക്കുന്നു, എനിക്കിപ്പോ തന്നെ ഗുഡ്സ് കിട്ടുന്നു, അതിന്റെ ഓണർ ഞാനാവുന്നു. അതുകൊണ്ട് അതിന്റെ ഒപ്പം എന്തുണ്ട്, എഗ്രിമെന്റ് ടു സെല്ലും ഉണ്ട്. അപ്പോൾ ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്, സെയിലും എഗ്രിമെന്റ് സെല്ലും ഇൻക്ലൂഡഡ് ആണ്. ഫസ്റ്റ് നമ്മൾ മീനിങ് പറഞ്ഞപ്പോൾ എന്താണ്, സെല്ലർ ട്രാൻസ്ഫേഴ്സ് ഓർ എഗ്രീസ് ടു ട്രാൻസ്ഫർ എന്നാണ് പറഞ്ഞത് അല്ലെ. സെല്ലർ ട്രാൻസ്ഫേഴ്സ് ഓർ എഗ്രീസ് ടു ട്രാൻസ്ഫർ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കോൺട്രാക്ട് ഓഫ് സെയിലിൽ എന്ത് ഇൻക്ലൂഡ് ആണ്, ഒരു
സെയിലും ഇൻക്ലൂഡഡ് ആണ്, എഗ്രിമെന്റ് സെൽ എന്ന് വെച്ചാൽ whereby the transfer of ownership of goods is to take place at a future time or subject to fulfillment of some condition. അതായത് എന്തെങ്കിലും ഒരു കണ്ടീഷൻ ബേസിസിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ ഒരു ഡേറ്റിലോ എന്ത് ചെയ്യുന്നു നടക്കുന്നതിനെയാണ് എഗ്രിമെന്റ് ടു സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോ ഞാൻ പറഞ്ഞ ഒരു ഫോൺ ഞാൻ ബുക്ക് ചെയ്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനും ആ ഷോറൂമുകാരനുമായിട്ട് എഗ്രിമെന്റ് ആണ് വെച്ചിട്ടുള്ളത്. എന്തിനാ? സെൽ ചെയ്യാനുള്ള ഒരു എഗ്രിമെന്റ് ഷോറൂം ഓണർ ഞാനുമായിട്ട്. അപ്പോൾ ഈ ഫോൺ റിലീസ് ആവുന്ന ഡേറ്റിലാണെന്നുണ്ടെങ്കിൽ ആ ജൂൺ 24 അതെന്തായിട്ട് മാറും? സെയിലായിട്ട് മാറും. അതുവരെ എഗ്രിമെന്റ് സെല്ലാണ്. ജൂൺ 24 ആ ഗുഡ്സ് എന്റെ കയ്യിൽ കിട്ടുമ്പോൾ അതെന്തായി മാറും? സെയിലായിട്ട് മാറും. സോ ഈ ബോക്സ് എല്ലാവർക്കും ക്ലിയർ ആണോ? മീനിങ്, എസെൻഷ്യൽ, ഫോർമേഷൻ ആൻഡ് ഇൻക്ലൂഡ്സ്. ലാഗോ? ഇപ്പൊ ക്ലിയർ ആയോ? അതോ ഇപ്പൊ ലാഗ് ഉണ്ടോ? ഇൻക്ലൂഡ് വൺ മോർ റിപ്പീറ്റ്. അപ്പോൾ ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത്? എ കോൺട്രാക്ട് ഓഫ് സെയിലിൽ എന്തൊക്കെയാണ്? ഒരു സെയിൽ ഉണ്ട് ആൻഡ് പി എഗ്രിമെന്റ് സെൽ ഉണ്ട്. നമ്മൾ മീനിങ്ങിൽ ഡിഫൈൻ ചെയ്തപ്പോൾ എന്താ പറയുന്നത്? സെല്ലർ ട്രാൻസ്ഫേഴ്സ് ഓർ എഗ്രീസ് ടു ട്രാൻസ്ഫർ എന്നാ പറഞ്ഞത്. സെല്ലർ ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെങ്കിൽ എഗ്രീസ് ടു ട്രാൻസ്ഫർ എന്നാ പറഞ്ഞത്. ഒരു സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർ ദി ഓണർഷിപ്പ് ഓഫ് ദി ഗുഡ്സ് ടേക്സ് പ്ലേസ് ഇമീഡിയറ്റ്ലി. അതിന്റെ ഓണർഷിപ്പ് ഇപ്പൊ തന്നെ ട്രാൻസ്ഫർ ആവുന്നു, ഇപ്പൊ തന്നെ ട്രാൻസ്ഫർ ആവുന്നു. നമ്മളൊരു കടയിൽ പോയിട്ട് ഇപ്പൊ ഒരു ഫോൺ വാങ്ങണം, ഇപ്പൊ അവിടെ ആ ഷോറൂമിലുള്ള ഒരു ഫോൺ വാങ്ങാന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ തന്നെ കാശ് കൊടുക്കുന്നു, ഫോൺ നമ്മളുടെ കയ്യിൽ കിട്ടുന്നു, നമ്മൾ അതിന്റെ ഓണർ ആവുന്നു. അതല്ല, ഇന്ന് റിലീസ് ആവുന്നില്ല. ഈ സാംസങ് ഐഫോൺ ഒക്കെ അങ്ങനെയാണല്ലോ, ഇന്നൊരു ഡേറ്റിലാണ് റിലീസ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് പ്രീ ബുക്ക് ചെയ്യാം. ആക്ച്വലി അത് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പ്രീ ബുക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഷോറൂമിൽ പോയിട്ടോ അല്ലെങ്കിൽ ആമസോണിലോ ഒക്കെ പോയിട്ട് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അവിടെ എന്ത് നടന്നിട്ടില്ല? സെയിൽ നടന്നിട്ടില്ല. ആമസോണിൽ പോയി നമ്മൾ ബുക്ക് ചെയ്താൽ ആമസോൺ നമുക്ക് എന്ത് ചെയ്യണം? ഒരു എഗ്രിമെന്റ്, ഒരു ഇംപ്ലൈഡ് എഗ്രിമെന്റ് ആണ്, സെൽ ചെയ്യാം. അതായത് ആക്ച്വലി അത് സെയിലിന് വരുന്ന ദിവസം ജൂൺ 24-നാണെന്നുണ്ടെങ്കിൽ ജൂൺ 24 നിങ്ങൾക്ക് സെൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു എഗ്രിമെന്റ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന് എഗ്രിമെന്റ് സെൽ എന്നാണ് പറയുക. ഇപ്പോൾ സെയിൽ നടക്കില്ല. ഇന്ന് ഇപ്പൊ എത്ര ഡേറ്റ്? 17-ാം തീയതി ആണെങ്കിൽ ഇന്ന് അത് എഗ്രിമെന്റ് സെല്ലാണ്. 24-ാം തീയതി ആക്ച്വലി ആ ഒരു പ്രൊഡക്റ്റ് റിലീസ് ആയി കഴിഞ്ഞാൽ, മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ, അന്ന് നമുക്ക് ആ പ്രൊഡക്റ്റ് അവർ അയച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് അത് എന്ത് സംഭവിക്കുക? സെയിൽ സംഭവിക്കുക. അപ്പോഴാണ് എന്ത് സംഭവിക്കുക? സെയിൽ സംഭവിക്കുക. അപ്പൊ സെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വേർ ദി ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ടേക്ക് പ്ലേസ് ഇമീഡിയറ്റ്ലി. ആ ഒരു ഗുഡ്സിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുന്നത് ഇമീഡിയറ്റ്ലി നടക്കുന്നു. എഗ്രിമെന്റ് സെൽ ആണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ ഡേറ്റിൽ നടക്കുന്നു. സോ ഈ ഒരു ബോക്സ് എല്ലാവർക്കും ക്ലിയർ ആണോ? മീനിങ്, എസെൻഷ്യൽ, ഫോർമേഷൻ ആൻഡ് ഇൻക്ലൂഡ്സ്. അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ? ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് എന്താണ് ടോപ്പിക്? ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സെയിൽ ആൻഡ് എഗ്രിമെന്റ് ടു സെൽ. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സെയിൽ ആൻഡ് എഗ്രിമെന്റ് ടു സെൽ. ഇപ്പൊ സെയിലും എഗ്രിമെന്റ് ടു സെല്ലും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ ഡിഫറൻസ് എന്താണ് എന്നുള്ളതാണ് ഇനിയിപ്പോ എന്ത് ചെയ്യാമോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സെയിൽ ആൻഡ് എഗ്രിമെന്റ് ടു സെൽ. ഈ ഇങ്ങനെയുള്ള ഡിസ്റ്റിങ്ഷൻ പഠിക്കുമ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ട് എന്താണ് സെയിൽ എന്നുള്ളതും എന്താണ് എഗ്രിമെന്റ് സെൽ എന്നുള്ളതിന്റെയും ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഈ സെയിൽ എന്താണ്, ഇതിലുള്ള പോയിന്റ്സും ഈ എഗ്രിമെന്റ് സെല്ലുള്ള പോയിന്റ്സും 1 by 1 ആയിട്ട് വായിച്ച് അങ്ങനെ കഷ്ടപ്പെടുന്നതിന് പകരം ഈസിലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ബേസിസ് ഓഫ് ഡിസ്റ്റിങ്ഷൻ ഉണ്ടല്ലോ, ഈ ബേസിസ് എല്ലാം എന്ത് ചെയ്യുക? 1 by 1 ആയിട്ട് ഈ ബേസിസ് എന്ത് ചെയ്യുക? 1 by 1 ആയിട്ട് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ബേസിസ് വായിച്ചിട്ട് സെയിൽ എന്നുള്ള സിറ്റുവേഷനിലും എഗ്രിമെന്റ് എന്നുള്ള സിറ്റുവേഷനിലും എന്താണ് ഡിഫറൻസ് വരിക എന്നോ അങ്ങനെ ആലോചിക്കാൻ ട്രൈ ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫസ്റ്റ് വായിക്കുന്നത് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. ഓണർഷിപ്പ് എപ്പോഴാണ് ട്രാൻസ്ഫർ ആവുക എന്നുള്ളത്, സെയിലിന്റെ കേസിൽ എപ്പോഴാണ് ട്രാൻസ്ഫർ ആവുക? അപ്പോൾ തന്നെ ഇമീഡിയറ്റ്ലി ട്രാൻസ്ഫർ ആവും. എഗ്രിമെന്റ് സെല്ലാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്യൂച്ചർ ടൈം ആൻഡ് ഡേറ്റിലാണ് എന്ത് ചെയ്യുള്ളൂ? ട്രാൻസ്ഫർ ആവും. അതാണ് നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യമുള്ളൂ. നെക്സ്റ്റ്, എക്സിക്യൂട്ടഡ് കോൺട്രാക്ട് ആൻഡ് ഓർ എക്സിക്യൂട്ടറി കോൺട്രാക്ട്.
ഇപ്പോ എന്താ പറയാ, നമ്മൾ ഈ എക്സിക്യൂട്ടഡ് കോൺട്രാക്ട് എന്താണ്, എക്സിക്യൂട്ടറി കോൺട്രാക്ട് എന്താണെന്നുള്ളത് ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സിക്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. എക്സിക്യൂട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എക്സിക്യൂട്ട് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് മീനിങ്. സോ സെയിൽ എന്ത് കോൺട്രാക്ട് ആണ്? എക്സിക്യൂട്ടഡ് കോൺട്രാക്ട് ആണ്. എഗ്രിമെന്റ് സെൽ എന്ത് കോൺട്രാക്ട് ആണ്? എക്സിക്യൂട്ടറി ആണ്. നെക്സ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺവെയൻസ് ഓഫ് പ്രോപ്പർട്ടി, അതായത് റൈറ്റ് ഓഫ് പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടിയുടെ മേൽ എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമോ, യൂസേജ് ഓഫ് പ്രോപ്പർട്ടി എന്നൊക്കെയാണ് ഈ കൺവെയൻസിന്റെ മീനിങ്. പ്രോപ്പർ മീനിങ് മലയാളം മീനിങ് എനിക്ക് ഓർമ്മ വരുന്നില്ല. അതായത് കൺവെയൻസ് ഓഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ റൈറ്റ് ഓൺ പ്രോപ്പർട്ടി, അതായത് ആ ഗുഡ്സിന്റെ മുകളിൽ അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിയുടെ മുകളിൽ എന്തെങ്കിലും റൈറ്റ് കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. സെയിൽ ചെയ്യുന്ന സിറ്റുവേഷനിൽ എന്തായിരിക്കും, എഗ്രിമെന്റ് സെല്ലിന്റെ സിറ്റുവേഷൻ എന്തായിരിക്കും? ഈ പോയിന്റ് വായിക്കണ്ട, അല്ലാതെ തന്നെ നിങ്ങൾ വെറുതെ വായിച്ചു നോക്കുക. മീൻസ് ഒന്ന് ആലോചിച്ച് നോക്കുക. സെയിൽ നടക്കുമ്പോഴും എഗ്രിമെന്റ് സെൽ എന്നുള്ള സിറ്റുവേഷനിലും ആ ഒരു ഗുഡ്സിന്റെ മുകളിൽ നിങ്ങൾ ഒരു ഫോൺ വാങ്ങുന്നു, ഫോൺ ബുക്ക് ചെയ്യുന്നു, അപ്പോൾ അതിന്റെ മുകളിൽ നിങ്ങൾക്ക് എന്ത് റൈറ്റ് ആണ് കിട്ടുക എന്നുള്ളതൊന്ന് ആലോചിക്കുക. ഫോൺ നമ്മൾ ഇപ്പോ അവിടെ ഉള്ള ഒരു ഫോൺ, ഇപ്പോൾ ഐഫോൺ 11 Pro അല്ലെങ്കിൽ 12 Pro നമ്മൾ വാങ്ങാൻ പോകുന്ന എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സാംസങ്ങിന്റെ S21 അങ്ങനെ ഏതെങ്കിലും വാങ്ങാൻ പോകുന്നു വിചാരിക്കുക. അപ്പൊ അത് അവിടെ ഷോപ്പിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് സെയിലാണ്. അതില്ല, നമ്മൾ ബുക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് എഗ്രിമെന്റ് സെല്ലാണ്. സെയിൽ ആണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ ഓണർഷിപ്പ് എന്ത് ചെയ്തു, നമ്മൾക്ക് കിട്ടി. പിന്നെ അതിന്റെ മുകളിൽ ഫുൾ റൈറ്റ്സ് ആർക്കുണ്ട്? നമുക്കുണ്ട്. അതിന്റെ മുകളിൽ എന്തുണ്ട്? ഫുൾ റൈറ്റ്സ് നമുക്കുണ്ട്. അങ്ങനെയുള്ള റൈറ്റിനെ പറയാണ് ജസ്റ്റ് ഇൻ റെം എന്ന് പറയും. അതായത് റൈറ്റ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി. ആ റൈറ്റ് അഗെയിൻസ്റ്റ് ആ പ്രോപ്പർട്ടിയുടെ മുകളിൽ ഫുൾ റൈറ്റ്സ് നമുക്കുണ്ട്. കാരണം ആ ഫോൺ ഇനി എന്റെയാണ്, അത് എന്റെ ഓണർഷിപ്പിലാണ്, അതിന്റെ ഓണർ ഞാനാണ്. ബട്ട് എഗ്രിമെന്റ് സെല്ലാണ്, ഞാനത് ബുക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ഗുഡ്സും കിട്ടിയിട്ടില്ല, ഒരു ഫോണും എന്റെ സ്വന്തമായിട്ടില്ല, ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളൂ, ബുക്ക് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എനിക്ക് ആ ഗുഡ്സിന്റെ മുകളിൽ ഒരു റൈറ്റും കിട്ടില്ല. എനിക്ക് ആ ഷോറൂമുകാരൻ, ഇപ്പൊ ഒരു ഞാൻ പോയി ബുക്ക് ചെയ്തിട്ടുള്ളത് റിലയൻസിലാണ്, റിലയൻസ് ഡിജിറ്റലിലാണ്, അല്ലെങ്കിൽ മൈജിയിലാണ്, അങ്ങനെ ഏതെങ്കിലും ഇതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഓൺലൈനിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ഡേറ്റിന്, ആ പറഞ്ഞിട്ടുള്ള ഡേറ്റിന് എനിക്ക് ആ ഒരു ഫോൺ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, ആ ബുക്ക് ചെയ്ത ഒരാൾക്കെതിരെ കംപ്ലൈന്റ് ചെയ്യാനോ കേസ് കൊടുക്കാനാണോ പറ്റുള്ളൂ. അല്ലാതെ എനിക്ക് ഫോൺ എന്റെ സ്വന്തമാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ചോദിച്ചു വാങ്ങാനൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളൂ, എഗ്രിമെന്റ് വെച്ചിട്ടുള്ളൂ സെൽ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് എന്ത് കിട്ടില്ല, ഗുഡ്സിന്റെ മുകളിൽ ഒരു റൈറ്റും കിട്ടില്ല. ആ ബുക്ക് ചെയ്തിട്ടുള്ള ആ എഗ്രിമെന്റ് ആരുമായിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ആ ക്രിയേറ്റ് ചെയ്ത ആൾക്ക് എഗെയിൻസ്റ്റ് ഒരു റൈറ്റ് ആയിട്ടുള്ളൂ എന്ത് ചെയ്യാൻ, അയാളുടെ ഒന്നില്ലെങ്കിൽ എനിക്ക് ഫോൺ വേണം, അല്ലെങ്കിൽ ഞാൻ തന്നിട്ടുള്ള എമൗണ്ടും അതിന്റെ നഷ്ടപരിഹാരവും ഡാമേജസ് എന്ന് പറഞ്ഞില്ലേ അതും വേണമെന്ന് പറഞ്ഞു. ഓക്കെ, അതാണ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് സംഭവിച്ചു നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം. അപ്പൊ സ്യൂട്ട് ഫോർ ഡാമേജസിന് വേണമെങ്കിൽ ചോദിക്കാം, നമ്മൾ ലാസ്റ്റ് ഇതായിട്ട് കണക്ട് ചെയ്തിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ കൺവെയൻസ് ഓഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ റൈറ്റ് ഇൻ പ്രോപ്പർട്ടി അല്ലെങ്കിൽ റൈറ്റ് ഇൻ ഗുഡ്സിന്റെ മുകളിലുള്ള റൈറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെയിൽ സംഭവിച്ചാൽ ആ ഗുഡ്സിന്റെ മുകളിൽ ഫുൾ റൈറ്റ്സ് ആർക്ക് കിട്ടും, അതിന്റെ പുതിയ ആ ഒരു ബയർ ആരാണോ ആ ബയർക്ക് കിട്ടും. അതിനെ എന്ത് പറയുന്നു, ജസ്റ്റിൻ റെം എന്ന് പറയുന്നു. റൈറ്റ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയും. റൈറ്റ് ജസ്റ്റിൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് അഗെയിൻസ്റ്റ് എന്നാണ്, ജസ്റ്റിൻ റെം എന്ന് പറഞ്ഞാൽ റൈറ്റ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയും. എഗ്രിമെന്റ് സെല്ലാവുമ്പോൾ പ്രോപ്പർട്ടിയുടെ മുകളിൽ റൈറ്റ് കിട്ടില്ല, ജസ്റ്റിൻ പേഴ്സണുമാണ്. ജസ്റ്റിൻ പേഴ്സൺ എന്ന് പറഞ്ഞാൽ പേഴ്സൺ അഗെയിൻസ്റ്റ് എന്ത് കിട്ടുന്നു, റൈറ്റ് അഗെയിൻസ്റ്റ് ദി പേഴ്സൺ. ഇവിടെ എന്താ പറഞ്ഞത്, ബയർ ഗെറ്റ്സ് എ റൈറ്റ് ടു എൻജോയ് ദി ഗുഡ്സ് അഗെയിൻസ്റ്റ് ഹോൾ വേൾഡ്. ഹോൾ വേൾഡിന് അഗെയിൻസ്റ്റ് എല്ലാ അതിനെ ഈ ഇപ്പൊ നമ്മളൊരു ഗുഡ്സ് സാധനം നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും അതിന്റെ മുകളിൽ എന്ത് പറഞ്ഞു വരാൻ പാടില്ല, റൈറ്റ് പറഞ്ഞു വരാൻ പാടില്ല. കാരണം നമ്മള് ഗുഡ് സെൻസിൽ ഒരു തെറ്റും ചെയ്യാതെ നോർമലി ഒരു സാധനം കാശ് കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഓണർ ആരാണ്, നമ്മളായിരിക്കണം. അത് ഉപയോഗിക്കാനുള്ള ഫുൾ റൈറ്റ് നമുക്ക് തന്നെ ആയിരിക്കണം. ബട്ട് എഗ്രിമെന്റ് സെല്ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗുഡ്സ് ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ബയർ ഡസ് നോട്ട് ഗെറ്റ് സച്ച് റൈറ്റ് ടു എൻജോയ് ദി ഗുഡ്സ്. ബയർക്ക് എന്ത് കിട്ടുന്നില്ല, ആ ഒരു ഗുഡ്സ് എൻജോയ് ചെയ്യാനുള്ള റൈറ്റ് കിട്ടുന്നില്ല. ഇറ്റ് ഓൺലി ക്രിയേറ്റ് ജസ്റ്റ് ഇൻ പേഴ്സൺ റൈറ്റ് അഗെയിൻസ്റ്റ് എ പേഴ്സൺ. ആ പേഴ്സൺ അഗെയിൻസ്റ്റ് ഒരു റൈറ്റ് മാത്രമേ എന്ത് കിട്ടുന്നുള്ളൂ, ഈ ഒരു സിറ്റുവേഷനിൽ ബയർക്ക് കിട്ടുന്നുള്ളൂ. അതാണ് കൺവെയൻസ് ഓഫ് പ്രോപ്പർട്ടിയിൽ പറയുന്നത്. കൺവെയൻസ് ഓഫ് പ്രോപ്പർട്ടിയിൽ പറയുന്നത്. നെക്സ്റ്റ് ആണ് ട്രാൻസ്ഫർ ഓഫ് റിസ്ക്. നെക്സ്റ്റ് ആണ് എന്ത്, ട്രാൻസ്ഫർ ഓഫ് റിസ്ക്. ഈ റിസ്ക് എന്തിന്റെ ഒപ്പം ട്രാൻസ്ഫർ ചെയ്യുന്ന ചോദിച്ചാൽ, റിസ്ക് ഓണർഷിപ്പിന്റെ ഒപ്പം ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് പറയാ. റിസ്ക് എന്തിന്റെ ഒപ്പം ട്രാൻസ്ഫർ ചെയ്യുന്ന വയ്ക്കുക, റിസ്ക് ഓണർഷിപ്പിന്റെ ഒപ്പം ട്രാൻസ്ഫർ ചെയ്യുന്ന പറയാ. എന്താണ് റിസ്ക് എന്ന് ചോദിച്ചാൽ, ആ ഒരു ഗുഡ്സിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ, ഇപ്പൊ ഒരു ഷോറൂമിൽ നിന്ന് നമ്മളൊരു സാധനം, ഇന്ന് സെയിലിന്റെ സിറ്റുവേഷൻ പറയണം, ഒരു ഫോൺ വാങ്ങാൻ പോകുന്നു, നമ്മൾ ഫോൺ വാങ്ങി ചെക്ക് ചെയ്തു, എല്ലാം കഴിഞ്ഞു, ഒക്കെ എന്ത് ചെയ്തു നോക്കി, ഒരു കുഴപ്പമില്ല.
നമ്മളത് വാങ്ങി പുറത്തേക്ക് വന്നു, നമ്മൾ റോഡിൽ നിന്ന് ഫോൺ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബൈക്കാരൻ വന്ന് തട്ടി, ഫോൺ താഴെ വീണ് പൊട്ടി. സോ അതിന് ഒരു കംപ്ലൈന്റ്, ഒരു റിപ്പയർ ചെയ്ത് തരാനുള്ള ഒരു വാറന്റി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. നമ്മൾ കടയിൽ നിന്ന് പുറത്തിറങ്ങി, നമ്മൾ വേറെ ദൂരേക്കൊന്നും പോയിട്ടില്ല, പുറത്തിറങ്ങി വന്ന് നിന്ന് റോഡ് സൈഡിലാണ്, ഒരു ബൈക്കാരൻ വന്ന് തട്ടി. ആ താഴെ വീണ് പൊട്ടിയതിന്റെ ലോസ് ആ ഷോറൂമുകാർക്കാണോ അതോ നമുക്കാണോ? നമ്മൾ ഇതേ സിറ്റുവേഷൻ ആലോചിക്കുക. നമ്മൾ എന്ത് ചെയ്തു? എഗ്രിമെന്റ് സെല്ലാണ്, നമ്മൾ വാങ്ങിച്ചിട്ടില്ല, നമ്മൾ ജസ്റ്റ് ബുക്ക് ചെയ്തിട്ടുള്ളൂ. ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സാധനം അവിടെ വന്നു, നമ്മളത് നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല, നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് വാങ്ങുന്നതിന്റെ ഇടയിൽ സെല്ലറുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു? ജസ്റ്റ് താഴെ വീണു, അങ്ങനെ പൊട്ടി. നമ്മൾ വാങ്ങിച്ചിട്ടില്ല, നമ്മൾ വാങ്ങാൻ പോകുന്നുള്ളൂ, നമ്മൾ ചെക്ക് ചെയ്തു അല്ലെങ്കിൽ കൊടുത്തു, അല്ലെങ്കിൽ നമ്മളിലേക്ക് തരുന്നതിന് മുമ്പ്, നമ്മളുടെ കയ്യിലേക്ക് തരുന്നതിന് മുമ്പ് ആ സാധനം താഴെ വീണ് പൊട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ നഷ്ടം ആർക്കായിരിക്കും? നമുക്കായിരിക്കോ അല്ലെങ്കിൽ ആ ഒരു ഷോറൂമിലെ ആളായിരിക്കോ? അവർക്ക്. കറക്റ്റ് അല്ലേ? അതാണ് ഡിഫറൻസ്. അതായത് സെയിൽ നടന്നാൽ ഓണർഷിപ്പ് അപ്പൊ തന്നെ സംഭവിച്ചു. എഗ്രിമെന്റ് സെല്ലാണെന്നുണ്ടെങ്കിൽ ഓണർഷിപ്പ് മാറിയിട്ടില്ല. ഓണർഷിപ്പ് എപ്പോൾ മാറുന്നു, അതിന്റെ ഓണർ ആരാണോ അയാൾക്കാണ് അതിന്റെ റിസ്ക്. അപ്പോൾ റിസ്ക് അപ്പൊ ട്രാൻസ്ഫർ ആവും. സെയിലിന്റെ കേസിലാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫർ ആവും. എഗ്രിമെന്റ് സെല്ലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, അപ്പോൾ ട്രാൻസ്ഫർ ആവുന്നില്ല. എന്തുകൊണ്ടാണ് ട്രാൻസ്ഫർ ആവാത്തത്? ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവാത്തതുകൊണ്ട്. അപ്പോൾ ഒരു റിസ്ക് ഉണ്ടായാൽ, ഈ റിസ്ക് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ലോസ് സംഭവിച്ചു, അല്ലെങ്കിൽ ആ ഗുഡ്സ് നശിച്ചു, അല്ലെങ്കിൽ കംപ്ലൈന്റ് വന്നു, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ റിസ്ക് ആർക്കാണ്? ആ ഓണർ ആരാണോ അയാൾക്കാണ്. ഇതിന് വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു ടി വി വാങ്ങിച്ചു. ടി വി വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കാശിൻ്റെ ഒക്കെ കൊടുത്തു. ടി വി എന്ത് പറയാണ്, കടയുടെ പുറത്തോ അല്ലെങ്കിൽ ഉള്ളിൽ വെച്ചിട്ട് പറയണം, ഞാനൊരു വണ്ടി വിളിച്ചിട്ട് വരാം, അതുവരെ ഇതിന്റെ ഉള്ളിലേക്കൊന്ന് വെച്ചോന്ന് പറഞ്ഞു. നമ്മൾ കാശ് കൊടുത്തൊക്കെ ചെയ്തു. നമ്മൾ സെല്ലർ പറഞ്ഞു ഇവിടെ വയ്ക്കാം എന്ന് പറഞ്ഞിട്ട് അവർ പോയി. നമ്മളുടെ കഷ്ടകാലത്തിന് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ എന്ത് ചെയ്തു, ഒരു മൊത്തം തീ പിടിക്കേ അല്ലെങ്കിൽ ഒരു വണ്ടി വന്ന് ആക്സിഡന്റ് ആവേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെയോ സംഭവിച്ചിട്ട് നമ്മളുടെ ടി വി അവരുടെ മറ്റുള്ള പ്രൊഡക്ഷനൊപ്പം ഒക്കെ നശിച്ചുപോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കടക്കാരനോട് പോയിട്ട് പറയാൻ പറ്റുമോ എനിക്ക് വേറൊരു ടി വി തരണം എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ ഗുഡ്സ് ഇരിക്കുന്നത്, ടി വി ഇപ്പോഴും ഇരിക്കുന്നത് ഷോറൂമിൽ തന്നെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പോയിന്റ് ചോദിച്ചത്. ടി വി അവിടെ ഷോറൂമിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോ നമുക്ക് കടക്കാരൻ്റെ അടുത്ത് പോയിട്ട് പറയാൻ പറ്റുമോ എനിക്ക് ആ ടി വിക്ക് പകരം വേറൊരു ടി വി തരണമെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ഈവൻ ദോ പറയാമെന്നോ, വാറന്റി ഓക്കെ, വാറന്റി ഒന്നും ഇല്ല എന്ന് ആലോചിച്ചു, ഒരു നോർമൽ സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കും. ഈ പറയാമെന്നുള്ളത് ഈ വാറന്റി ഉള്ളത് ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ ആലോചിക്കുക. വാറന്റി അങ്ങനെ നല്ലൊരു ജനറൽ സിറ്റുവേഷൻ ആണ്. എനിക്ക് അവർ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കംപ്ലൈന്റ് ക്ലിയർ ആക്കി തരുന്നുള്ളൂ. മൊത്തം ടി വി നശിച്ചു പോയി കഴിഞ്ഞാൽ അവര് ടി വി നമ്മൾ വാങ്ങി ഫുൾ ക്യാഷ് കൊടുത്ത് ടി വി അവര് വീട്ടിലെത്തിക്കാന്ന് പറഞ്ഞു. വരുന്ന വഴിക്ക് ടി വി ഡാമേജ് ആയി, സാധനം കംപ്ലീറ്റ് പോയ അപ്പൊ റിസ്ക് അവരാണ് എത്തിക്കാന്ന് പറഞ്ഞിട്ടുള്ളതെങ്കിൽ, അവരുടെ വണ്ടിയിലാണ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ അപ്പൊ എന്തെങ്കിലും നമ്മുടെ റിസ്ക്, അത് അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പോ നമ്മൾ ഒരു എക്സാമ്പിൾ, ഇപ്പൊ എന്നോട് നിങ്ങൾക്ക് ചോദിക്കുന്ന ഡൗട്ട്, അവരോട് നോക്കാൻ പറഞ്ഞിട്ടല്ലേ നമ്മൾ പോയത്, എന്നിട്ട് അവരുടെ ഭാഗത്ത് തെറ്റ് വന്നു എന്ന് പറഞ്ഞിട്ട് അതിലൊന്നും ഒരു കാര്യമില്ല. കാരണം നമ്മൾ ഫുൾ ഇത് കൊടുത്ത് അതിന്റെ ഓണർ നമ്മളായി കഴിഞ്ഞാൽ അത് നോക്കേണ്ട ഒരു ബാധ്യത ആർക്ക് ഓട്ടോമാറ്റിക്കലി വരും? നമുക്ക് ഓട്ടോമാറ്റിക്കലി വരികയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത്. ഇവിടെ ഈ ഒരു സെക്കൻഡ് പോയിന്റ് വായിക്കുക. ആസ് എ റിസൾട്ട്, ഇൻ കേസ് ഓഫ് ഡിസ്ട്രക്ഷൻ ഓഫ് ഗുഡ്സ് ദ ലോസ് ഷാൾ ബി ബോൺ ബൈ, വീണ്ടും ലാഗ് വന്നു. ലാഗ് വീണ്ടും ഉണ്ടോ അതോ ലാഗ് പോയോ? ഇട്ടല്ലേ. ഇടയ്ക്കുണ്ട്. എന്താണ്?
ഓക്കെ, എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഇൻ കേസ് ഓഫ് ഡിസ്ട്രക്ഷൻ ഓഫ് ഗുഡ്സ് ദ ലോസ് ഷാൾ ബി ബോൺ ബൈ ദി ബയർ ഈവൻ ദോ ദ ഗുഡ്സ് ആർ ഇൻ പൊസഷൻ ഓഫ് സെല്ലർ. ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ ഗുഡ്സ് ആരുടെ കയ്യിലാണുള്ളത്? സെല്ലറുടെ കയ്യിലാണ് ഇരിക്കുന്നെങ്കിൽ പോലും അതിന്റെ നഷ്ടം ആർക്ക് വരും? അതിന്റെ നഷ്ടം ആർക്കാ വരിക? ബയ്യർക്കാണ് വരിക. എഗ്രിമെന്റ് സെല്ലിന്റെ കേസിലാണെങ്കിൽ, എഗ്രിമെന്റ് സെല്ലിന്റെ കേസിൽ ഇതേ ടി വിയുടെ എക്സാമ്പിൾ ആലോചിക്കുക. നമ്മൾ എന്ത് ചെയ്തു? ടി വി ഞാൻ അടുത്ത ആഴ്ചക്ക് എന്ത് ചെയ്തു? ബുക്ക് ചെയ്തു. അടുത്ത ആഴ്ചക്ക് എന്ത് ചെയ്തു? ബുക്ക് ചെയ്തു. ഞാൻ അത് ബുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു? പോയി. ഞാൻ വാങ്ങിയിട്ടില്ല. അഡ്വാൻസ് ആയിട്ട് വേണമെങ്കിൽ ഒരു 1000 രൂപ കൊടുത്തു എന്ന് വിചാരിക്കുക. അടുത്ത ആഴ്ച ഞാൻ വന്ന് വാങ്ങുന്നു പറഞ്ഞു. 24-ാം തീയതി ബുക്ക് ചെയ്തത്. ഞാൻ ബുക്ക് ചെയ്ത് പോയി. ഇതേ ഇഷ്യൂ സംഭവിച്ചു, അല്ലെങ്കിൽ തീ പിടിച്ചു, അല്ലെങ്കിൽ വണ്ടി ഒന്ന് ഇടിച്ചു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് അവിടെയുള്ള ടി വി എല്ലാം കത്തിപ്പോയി. ഞാൻ നോക്കി വെച്ചുള്ള ടി വിയും കത്തിപ്പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ ഒരു ലോസിനുള്ള ഇത് ആർക്ക് വരും എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ഓട്ടോമാറ്റിക്കലി ആർക്കാ വരുള്ളൂ? നമ്മൾ ഗുഡ്സ് വാങ്ങിച്ചിട്ടില്ല, അതിന്റെ ഒരു സെല്ലർക്ക് തന്നെയാണ് വരിക. അപ്പൊ അതാണ് ട്രാൻസ്ഫർ ഓഫ് റിസ്ക്. അപ്പൊ ഈ ട്രാൻസ്ഫർ ഓഫ് റിസ്ക്കും മനസ്സിലായി. അപ്പൊ ഈ ഒരു ട്രാൻസ്ഫർ ഓഫ് റിസ്ക് ഇപ്പൊ ക്ലിയർ ആയോ? അയ്യോ, ലാഗ് പോയോ? ലാഗ് അയ്യോ, എന്ത് ചെയ്യും? ഇപ്പൊ ലാഗിന് ചെറിയ ശമനം എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫർ ഓഫ് റിസ്ക് വരുന്നത് നിർത്താം, കണ്ടിന്യൂ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ട്രാൻസ്ഫർ ഓഫ് റിസ്ക് ആണ്. ട്രാൻസ്ഫർ ഓഫ് റിസ്ക് എന്ന് പറയുന്ന പോയിന്റ് ആയിട്ട് ആലോചിക്കുക. റിസ്ക് എപ്പോഴാണ് ട്രാൻസ്ഫർ ആവുക? ഓണർഷിപ്പ് എപ്പോഴാണ് ട്രാൻസ്ഫർ ആവുക എന്ന് പറഞ്ഞത്? സെയിൽ നടന്നാൽ അപ്പോൾ ഇമീഡിയറ്റ്ലി ട്രാൻസ്ഫർ ആവും. അതിനൊപ്പം എപ്പോഴാണോ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുന്നത് അതിന് ഫോളോ അപ്പ് ആയിട്ട് എന്തും ട്രാൻസ്ഫർ ആവും, റിസ്ക്കും ട്രാൻസ്ഫർ ആവും. ആരാണ് ഓണർ അയാൾക്കാണ് അതിന്റെ റിസ്ക്, നഷ്ടം സംഭവിച്ചാലുള്ള റിസ്ക്. എഗ്രിമെന്റ് സെല്ലിൽ ഫ്യൂച്ചർ ടൈമിലാണ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുള്ളൂ. അതുപോലെ തന്നെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആവുള്ളൂ. അതുപോലെ തന്നെ അപ്പോൾ റിസ്ക്കും എപ്പോഴാണ് ട്രാൻസ്ഫർ ആവുള്ളൂ? ഫ്യൂച്ചറിൽ എപ്പോഴാണോ സെയിൽ നടക്കുന്നത് അപ്പോഴാണ് ആവുള്ളൂ. ഇപ്പോൾ എന്ത് ചെയ്യില്ല, ട്രാൻസ്ഫർ ആവില്ല. ചോദിക്കുക, ഞാൻ ടി വി വാങ്ങുന്നില്ല, പകരം ഞാൻ ബുക്ക് ചെയ്തിട്ട് പോകുന്നു ഒരു 1000 രൂപ കൊടുത്തിട്ട്. 1000 രൂപ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ബുക്ക് ചെയ്യുന്നു. അപ്പോ ഈ ഒരു ദേഷ്യം ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടല്ലോ. നമുക്ക് അതോടെ എന്ത് ചെയ്യാം? ഇന്നത്തെ ടോപ്പിക് നിർത്താം. എന്തായാലും 3 മണി വരെ പറഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോ ഞാൻ അടുത്ത പോയിന്റ് പറഞ്ഞാലും എന്ത് ചെയ്യില്ല. ഏകദേശം അതുപോലെ എന്ന് വേണമെങ്കിൽ പറയാം. യെസ്, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണക്ട് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ടെക്സ്റ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ആയില്ലെങ്കിൽ PDF എന്ത് ചെയ്യാൻ നോക്കിയിട്ട്, ഇപ്പോൾ നമ്മൾ ആകെ ഒരു ഫസ്റ്റ് പേജും എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഒരു ടെക്സ്റ്റിൽ ഇതുപോലെ ഒരു ബോക്സ് ആയിട്ടുണ്ട്. സോ അത് രണ്ടും എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കിയിട്ട് വരിക. നെക്സ്റ്റ് ക്ലാസ്സിന് മുമ്പ് ഒന്ന് ജസ്റ്റ് ഒന്നൊരു ഓടിച്ചൊന്ന് വായിച്ചു നോക്കുക. സോ നിങ്ങൾക്കൊന്നും കൂടി അണ്ടർസ്റ്റാൻഡ്, നമുക്കൊന്നും കൂടി എന്ത് ചെയ്യാം, സ്പീഡിൽ പോവാം. ഓക്കെ.
Okay, then bye. Power ആക്കാൻ. Yes. Okay, bye. Thank you.